കോഴിക്കോട് അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുക്കം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുളിക്കാപ്പറമ്പ് അക്ഷയ സെന്റർ നടത്തിപ്പുകാരൻ ആബിദിനാണ് മർദ്ദനമേറ്റത്. സാരമായി പരിക്കേറ്റ ആബിദ് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ജനൻ TVക്ക് ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണത്തിലേക്കും. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആധാർ എടുക്കുന്ന സ്റ്റാഫിനെ ആരെ ഫോൺ ചെയ്ത് പീടികയിൽ വരാൻ പറഞ്ഞു. വാപ്പനെ എന്തോ സാധനം വാങ്ങി എടുക്കാണ്ട് പറഞ്ഞ് അപ്പം എന്നോട് ഈ ആധാർ ഫുള്ളാക്കാൻ പറഞ്ഞു. ഞാൻ ഫുള്ളാക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള വേറെ കൊണ്ടുപോയി. അതിൻ്റെ ശേഷം എന്നെ 2 ആൾ വന്നോളൂ, ഹസ്ബൻഡും വേറെ അത് 2 ആൾ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി. പിന്നെ വെയ്ക്കൊന്ന് തച്ച് പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഏട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമിലേറ്റി അവിടുന്ന് കുറേ തച്ച് എന്നിട്ട് ഞാൻ ബോധമൊക്കെ ഏകദേശം പോയിന്. പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കാറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയ അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ചില ഓർമ്മശക്തികളൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നുമില്ല, നല്ല കമ്പനിയേന് വീട്ടുകാരും ഞങ്ങളൊക്കെ. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് ആബിദിന് ഏൽക്കേണ്ടി വന്നത്. 2 പേരുണ്ട് എന്നാണ് ആബിദ് പറയുന്നത്. അപ്പം പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസ് എടുത്തിരിക്കുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് പിന്നിലെ കാരണം? ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ അരീക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നട്ടെല്ലിനും തലയ്ക്കും കാര്യമായ ക്ഷതമാണ് ഏറ്റിട്ടുള്ളത്. ചുള്ളിക്കാപ്പറമ്പിലെ ഇയാളുടെ സ്വന്തം അക്ഷയ സെന്ററിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഇയാളുടെ കൂടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീയുടെ ഭർത്താവും ഭർത്താവിന്റെ കൂടെയുള്ള ആളുകളുമാണ് ഇത്തരത്തിൽ അക്ഷയ സെന്ററിലെത്തി മർദ്ദിച്ചത് എന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നത്. ഭർത്താവിന്റെ കൂടെ 2-3 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആക്രമണത്തിൽ തലയോട്ടിക്കും വാരിയെല്ലിനും പൊട്ടലേറ്റ് ഗുരുതരമായ അവസ്ഥയിലാണ് ആബിദ് ഇപ്പോൾ ഉള്ളത്. മുക്കത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയിലുള്ളത്. അക്ഷയ സെന്ററിലെ ഈ ജീവനക്കാരിയുടെ ഭർത്താവ് ഇവർ തമ്മിൽ ഇത്തരത്തിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മർദ്ദനത്തിനാണ് ഇയാൾ വിധേയമായിരിക്കുന്നത്. പോലീസ് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നമുക്ക് നൽകുന്ന വിശദീകരണം. രജനി, അപ്പം ദിസ്ന, ഇവിടെ ഇന്നലെയാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. മണിക്കൂറുകൾ പിന്നിട്ടു, ഇതുവരെയും പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതെ, ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാവുമെന്നാണ് പോലീസ് നമ്മൾക്ക് ഇപ്പോൾ നൽകുന്ന വിവരം. എന്നാൽ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ നിന്നും പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതുവരെ പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രജനി, ശരി. കോഴിക്കോട് അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ ക്രൂരമായ മർദ്ദിച്ച സംഭവത്തിൽ മുക്കം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അതിക്രൂരമായ മർദ്ദനമേറ്റ ആബിദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.